എല്ലാവർക്കും നമസ്കാരം. നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഇൻഫോർമേഷൻസാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നീറ്റ് എക്സാമിൽ 2025 നീറ്റ് എക്സാമിൽ ഈ വർഷത്തെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ, ടൈമിൽ, അതിൽ ഡ്യൂറേഷനിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പിന്നെ ആധാർ ID ഈ വർഷം നിർബന്ധമാണോ എന്നുള്ളതും, കൂടാതെ കേരളത്തിൽ ഏതൊക്കെ കോഴ്സുകളുടെ അഡ്മിഷന് വേണ്ടിയാണ് നീറ്റ് സ്കോർ പരിഗണിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നീറ്റ് എക്സാം നമ്മുടെ ഈ വർഷം കൊറോണയ്ക്ക് മുന്നേ, കോവിഡ് കാലത്തിന് മുന്നേ ഉണ്ടായിരുന്ന പാറ്റേണിലേക്ക് മാറുകയാണ്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ നിന്നും 45 ചോദ്യങ്ങളും ബയോളജിയിൽ നിന്ന് 90 ചോദ്യങ്ങളുമാണ്. ഓപ്ഷൻസിൽ ചോയ്സുകളില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം. ടോട്ടൽ നമുക്ക് 180 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് ശരി ഉത്തരത്തിന് 4 മാർക്ക്, അങ്ങനെ 720 ടോട്ടൽ സ്കോർ. അതിൽ മാറ്റം വന്നിട്ടില്ല. ദെൻ 3 മണിക്കൂറാണ് പരീക്ഷാ ദൈർഘ്യം. 2 മുതൽ 5 മണി വരെയാണ് ഈ വർഷത്തെ എക്സാം എന്ന് പറഞ്ഞിരുന്നു. 3 മണിക്കൂറാണ് ഡ്യൂറേഷൻ. OMR ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ചോദ്യമാണ്. ഓഫ്ലൈനായിട്ടാണ് എക്സാം നടത്തുന്നത്. ഈ വർഷം നമുക്ക് ആബാർ ഒരുപാട് ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ആബാർ നിർബന്ധമാണോ ഈ വർഷം എന്നുള്ളത്. അപ്പോൾ ഈ വർഷം ആബാർ നിർബന്ധമില്ല എന്നുള്ളൊരു ഇൻഫോർമേഷനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷ്, മലയാളം ഉൾപ്പെടെ 13 ഭാഷകളിൽ നമുക്ക് പരീക്ഷ എഴുതാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ എക്സാം സെൻറ്ററുകൾ നിങ്ങളുടെ പെർമനൻ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സിലുള്ള പരീക്ഷാ കേന്ദ്രങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. മറ്റൊരു കാര്യം, കേരളത്തിലെ നീറ്റ് സ്കോർ വഴി നമുക്ക് എന്തിനൊക്കെയാണ് അഡ്മിഷൻ എടുക്കാൻ പറ്റുക എന്നതാണ്. 6 മെഡിക്കൽ കോഴ്സുകൾ നമ്മളിന്ന് കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു. MBBS, BDS, BHMS, BAMS, യുനാനി, അതായത് BUMS, BSMS, 6 മെഡിക്കൽ പ്രോഗ്രാമുകളും. പിന്നെ മെഡിക്കൽ അലൈഡിലായിട്ട് വരുന്നത് BSc അഗ്രികൾച്ചർ, BSc ഹോർട്ടിക്കൾച്ചർ, BSc ഫോറസ്ട്രി, ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ്, BVSc ആൻഡ് AH, BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, കേരള കാർഷിക സർവകലാശാലയുടെ BTech ബയോടെക്നോളജി കോഴ്സ്. ഇത്രയും കോഴ്സുകളിലേക്ക് കേരളത്തിലെ ഈ നീറ്റ് സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അഡ്മിഷൻ. ഇതിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ വരുന്നുണ്ട്, ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളിലേക്കൊക്കെ, അതുപോലെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ, അപ്പോൾ ഈ കോഴ്സുകളിലേക്കൊക്കെയുള്ള അഡ്മിഷൻ, ഞാൻ ഈ സൂചിപ്പിച്ച കോഴ്സുകളിലേക്കൊക്കെയുള്ള അഡ്മിഷൻ നീറ്റ് സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഈ കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നീറ്റ് UG 2025 അപേക്ഷിച്ച് പരീക്ഷ എഴുതുകയും കീമിൽ അപേക്ഷ സമർപ്പിക്കുകയും കൂടി ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഈ കോഴ്സിൻ്റെ അഡ്മിഷൻ പ്രോസസ്സുകളിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു.